ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ആഴത്തിലുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരട്ടത്താരകം പോലെ നിലനിൽക്കുന്ന ഈ സൗഹൃദത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ സംഭാവന വളരെ വലുതാണ്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി റഷ്യൻ പ്രസിഡന്റിന്റെ നേതൃത്വവും കാഴ്ചപ്പാടും ഈ ബന്ധത്തെ വളർത്തി വലുതാക്കിയിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നേതൃത്വം നമ്മുടെ ബന്ധങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. സുഹൃത്തായ പ്രസിഡന്റ് പുടിന് ഇന്ത്യയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പുടിൻ മോദി കൂടിക്കാഴ്ച നിർണായക കരാറുകൾ പിറക്കുന്നതിന് കാരണമായി. ഇരു രാജ്യങ്ങളും തമ്മിൽ 2030 വരെ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക സഹകരണ പരിപാടിക്ക് അംഗീകാരം നൽകി. 8 കരാറുകളിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു. തൊഴിൽ, കുടിയേറ്റം എന്നിവയിൽ 2 കരാറുകളിൽ ഒപ്പുവെച്ചു. ആരോഗ്യം, ഷിപ്പിംഗ് എന്നീ മേഖലകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ രാസവളം വാങ്ങുന്നതിലും ധാരണയായി. ഊർജം, പ്രതിരോധം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വിവിധ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച നടന്നു. ഊർജ സുരക്ഷ, ആണവ സഹകരണം, ധാതുക്കളുടെ വിതരണം എന്നിവയും ചർച്ചയായി. റഷ്യൻ പൗരന്മാർക്ക് സൗജന്യ ടൂറിസ്റ്റ് വിസ നൽകാനും തീരുമാനമായി. റഷ്യൻ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ 30 ദിവസത്തെ സൗജന്യ ടൂറിസ്റ്റ് വിസയും 30 ദിവസത്തെ ഗ്രൂപ്പ് ടൂറിസ്റ്റ് വിസയും ഉടൻ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഊർജ സുരക്ഷ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിൻ്റെ ഒരു പ്രധാന തൂണാണ്. ഈ വിജയകരമായ സഹകരണം തുടരുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ശ്രമം തുടരുന്നതായും സംയുക്തമായി യൂറിയ ഉത്പാദനത്തിന് ധാരണയായതായും മോദി അറിയിച്ചു. സൈനികേതര ആണവോർജ രംഗത്ത് സഹകരണം കൂട്ടും. യുക്രൈൻ വിഷയത്തിൽ സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്നും മോദി അറിയിച്ചു. റഷ്യയുടെ വിദേശ നയത്തെ മോദി അഭിനന്ദിച്ചു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും റഷ്യയും സഹകരിച്ചിട്ടുണ്ടെന്ന് മോദി പറഞ്ഞു. യുക്രൈൻ വിഷയത്തിൽ സമാധാനപരമായ എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും സംഭാവന നൽകാൻ തയ്യാറാണെന്നും മോദി അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി അറിയിച്ചു. വളർന്നുവരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ഇന്ധനം തടസ്സമില്ലാതെ നൽകുന്നത് തുടരുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 12% വർദ്ധിപ്പിച്ച് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചതായും ഈ വർഷം സമാനമായ വളർച്ച പ്രതീക്ഷിക്കുന്നതായും പുടിൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ രൂപീകരിക്കുന്നത് സഹായകമാകുമെന്ന് പുടിൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളും ദേശീയ കറൻസികളിൽ പരസ്പരം പണം കൈമാറുന്നതിലേക്ക് പതിയെ നീങ്ങുകയാണ്. നിലവിൽ വാണിജ്യ ഇടപാടുകളുടെ 96% ദേശീയ കറൻസികളിലാണ് നടക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇനി രൂപയിലും റഷ്യൻ കറൻസിയായ റൂബിളിലുമാകും നടക്കുകയെന്നാണ് പുടിൻ സൂചന നൽകുന്നത്. സുരക്ഷ, വ്യാപാരം, സാമ്പത്തികം, സൈനിക മേഖലയിൽ സഹകരണം ശക്തമാക്കാൻ കരാറുകൾ ഒപ്പിട്ടതായും പുടിൻ അറിയിച്ചു. കൂടംകുളം ആണവോർജ നിലയ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹകരിക്കുമെന്ന് പുടിൻ അറിയിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ നിലയങ്ങളിൽ ഒന്നാണിത്. ചെറു ആണവ റിയാക്ടർ ഉണ്ടാക്കാനും സഹകരണം ശക്തമാക്കുമെന്ന് പുടിൻ അറിയിച്ചു. റഷ്യൻ TV ചാനൽ ഇന്നു മുതൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചു. സാങ്കേതിക വിദ്യയിലുള്ള വിമാനങ്ങൾ, ബഹിരാകാശ ഗവേഷണം, കൃത്രിമ ബുദ്ധി എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ സഹകരണ മേഖലകൾ തുറക്കുമെന്ന് പുടിൻ പറഞ്ഞു. യുക്രൈൻ വിഷയത്തിൽ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾക്ക് മോദി നൽകുന്ന ശ്രദ്ധയ്ക്ക് പുടിൻ നന്ദി അറിയിക്കുകയും ചെയ്തു.